പ്രൈസ് ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാം വചനം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാകട്ടോ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾക്കാരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പേൻ. നോക്കിക്കേ, അവിടെ നിങ്ങളുടെ ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടേണ്ടതിന് ഒത്തിരി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, കരയുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളോട് അപ്പ ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പൊന്നേശു ക്രൂശിൽ കാണിച്ചു തന്ന മാതൃക എത്ര വലുതാ. തന്നെ ഉപദ്രവിച്ചവരോട് താൻ ക്ഷമിച്ചു, താൻ അവരോട് ക്ഷമിച്ചു. എന്നിട്ട് ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്, അപ്പാ ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവരോട് അങ്ങ് ക്ഷമിക്കണമേ. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, കാരണമില്ലാതെ കുറ്റപ്പെടുത്തുന്ന, അപവാദം പറയുന്ന ഒത്തിരി പേര് ചുറ്റുമുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന അനേകരുണ്ടായിരിക്കാം. അവരോട് ശത്രുത്വമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട. അവരോട് യാതൊരു ബുദ്ധിമുട്ടും ഹൃദയത്തിൽ കരുതണ്ട. അപ്രകാരം നമ്മൾ ഹൃദയത്തിൽ ഈ ഭാരങ്ങളും മുറിവുകളും ഒക്കെ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതിന് തടസ്സമാകും. നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് നാം തന്നെ തടസ്സക്കാരായേക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോടെല്ലാം പറയുക, ഹൃദയത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും കയ്പോ ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ വിട്ടുകള. നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതും നല്ല മനസാക്ഷിയോട് കൂടെയുള്ള ജീവിതവുമല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന് തടസ്സമായി ഉണ്ടാകുന്ന ഹൃദയത്തിലെ മുറിവുകൾ, ക്ഷമിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ അതങ്ങ് എടുത്തു കളയുന്നതല്ലേ നല്ലത്. ഇന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം, കർത്താവിനെ ഒത്തിരി സ്നേഹിക്കാം, അവിടുന്ന് നമ്മളോട് പറഞ്ഞത് അനുസരിക്കാം, മനഃപൂർവമായി ക്ഷമിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. പലപ്പോഴും മറക്കുവാനും ക്ഷമിക്കുവാനും കഴിയാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ കേട്ട വചനപ്രകാരം ഞങ്ങൾ ഒരുമിച്ച് ക്ഷമിക്കുവാൻ തീരുമാനമെടുക്കുന്നു. ഹല്ലേലൂയ. അതാരാണെങ്കിലും കഴിഞ്ഞ നാളുകളിൽ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ഞങ്ങളെ വേദനിപ്പിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ മുറിപ്പെടുത്തിയവരെ ഇപ്പോൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് മനഃപൂർവമായി ക്ഷമിക്കുന്നു. അവരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് അനുസരിക്കണം. അങ്ങ് ഞങ്ങളിൽ വാഴണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഹൃദയത്തിൽ ഒരു ഭാരവും വെച്ചുകൊണ്ടിരിക്കണ്ട. നാം തന്നെ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാകണ്ട. പ്രൈസ് ദി ലോർഡ്. മറക്കണ്ട, നാളെ നമ്മളുടെ ഗെറ്റ് ടുഗെദർ രാവിലെ 11 മണി തൊട്ട് 1 മണി വരെ പാലാരിവട്ടത്ത് കേട്ടോ. അഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അഡ്രസ്സും ഫോൺ നമ്പറും ഇട്ടേക്കാം കേട്ടോ. എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ബ്ലെസ് യു.